നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് മൊബൈൽ ആപ്പുകളെ പറ്റി ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോകൾ ചെയ്ത സമയത്ത് അതിനകത്ത് കമൻ്റായിട്ട് വന്നൊരു മൊബൈൽ ആപ്പായിരുന്നു ക്യാഷു എന്ന് പറഞ്ഞ ആപ്പ്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ ഒരു ക്യാഷു എന്ന് പറഞ്ഞൊരു ആപ്പിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നോർമൽ ഒരു എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ വെർഷനിൽ നമുക്ക് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് iOS വെർഷൻ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫ്രീ വെർഷനിൽ കിട്ടുന്നത്. അതിൻ്റെ പെയ്ഡ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ആക്സസ് കിട്ടുകയുള്ളൂ. പെയ്ഡ് വെർഷൻ ആണെങ്കിൽ അത്യാവശ്യം എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു ക്യാഷു ആപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സൗജന്യമാണ്. ആഡ്സിന്റെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഫ്രീ വെർഷനിൽ വരുന്നില്ല. ഓൾമോസ്റ്റ് നമ്മുടെ ആവശ്യമായ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ് ട്രാക്കിംഗ് ഒക്കെ ഇവരുടെ ഈ ഒരു ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് കുറച്ച് കളർ പിക്കിംഗ് അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് അങ്ങനെയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സിന് വേണ്ടി മാത്രം അത് വേണമെങ്കിൽ മാത്രം അവരുടെ ഒരു പ്രോ വെർഷൻ എടുത്താൽ മതിയാകും. സോ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം നോക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി. സോ അങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഈ ഒരു ക്യാഷു ആപ്പ് നമുക്ക് iOSലും ആൻഡ്രോയിഡിലും വെബ് ആപ്പും അവൈലബിൾ ആണ്. ഇത് കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും റെഗുലർ അല്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ മറ്റു ആപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പ്രൊഡക്റ്റ് ആണ്. അവർ ഇൻകം ഫോക്കസ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റെഗുലർ ആയിരിക്കും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്ഡേറ്റ് ഒക്കെ ഡിലേ ആണ്. ഇപ്പോൾ iOSലാണെങ്കിൽ ലാസ്റ്റ് 1 year ആയി ഒരു അപ്ഡേറ്റ് വന്നിട്ട് അപ്ഡേറ്റിന്റെ കാര്യത്തിലാണ് ഈ ഒരു ആപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് വരുന്നത്. അതർവൈസ് സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്പാണ് ഈ ഒരു ക്യാഷു എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇൻകം ട്രാക്ക് ചെയ്യാം, എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാം, ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ടോട്ടൽ നെറ്റ്വർക്ക് നമുക്ക് അറിയാനായി കഴിയും. ഇനി ഒരു ക്യാഷു ആപ്പ് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാനിപ്പോൾ കാണിക്കുന്നത് iOSലാണ്. iOS വെർഷൻ ആപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആൻഡ്രോയിഡിൽ വ്യത്യാസം വന്നേക്കാം. പ്രോ വെർഷന്റെ ചാർജും കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡിലെ എമൗണ്ട് സിമിലർ ആണോ അല്ലോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു ക്യാഷു ആപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഞാനിപ്പോൾ iOS വെർഷൻ ക്യാഷു ആപ്പാണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാഷു ആപ്പ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന പേജ് ഇതാണ്. ആദ്യം നമുക്ക് സെറ്റിംഗ്സ് നോക്കാം. താഴെയായിട്ട് നമുക്ക് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷു പ്രോ എന്ന് പറഞ്ഞവരുടെ പ്രോ വെർഷൻ്റെ ഇൻഫർമേഷൻ ആണ്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. ഇയർലി ആകുമ്പോൾ 1199 രൂപ, മന്ത്ലി ആകുമ്പോൾ 149 രൂപ, ലൈഫ് ടൈം പ്ലാൻ ആണെങ്കിൽ ഒറ്റ വട്ടം നമ്മൾ 1999 രൂപ കൊടുത്താൽ മതിയാകും. ഡെവലപ്പർ സപ്പോർട്ട് അതുപോലെ തന്നെ 3 വർഷമൊക്കെ എടുത്താണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അൺലിമിറ്റഡ് ബഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പ്രോ വെർഷനിൽ. പിന്നെ പാസ്റ്റ് ബഡ്ജറ്റ് പീരീഡ് നമുക്ക് കാണാനും അത് മാനേജ് ചെയ്യാനും സാധിക്കും. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് കളർ പിക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്രോ വെർഷനിൽ നമുക്ക് വരുന്നത്. അത് ബേസിക് ആയിട്ടുള്ളൊരു യൂസറിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നതിന് കൂടുതൽ പർപ്പസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് വേണ്ടി വന്നേക്കും. നോർമൽ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ് ട്രാക്കിങ്ങിന് പ്രോ വെർഷൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിനകത്ത് സെറ്റിംഗ്സ് ആൻഡ് കസ്റ്റമൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീം മോഡ് ലൈറ്റ് ഡാർക്ക് ആക്കാം. അതുപോലെ തന്നെ ഹോം പേജിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരണ്ട അത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫ്രണ്ട്സ് നെറ്റ്വർക്ക് കാണിക്കണമെങ്കിൽ അത്, ലോണിന് ഇൻഫർമേഷൻ കാണിക്കണമെങ്കിൽ അത്, അങ്ങനെ ഹോം പേജിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരണം അത് ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ അലർട്ട് ടൈം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബയോമെട്രിക് ലോക്ക്, നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലോ ചെയ്ത് എനേബിൾ ചെയ്യാം. ഫേസ് ഐ ഡി ആണെങ്കിൽ ഫേസ് ഐ ഡി, ഇല്ലാന്നുണ്ടെങ്കിൽ ടച്ച് ഐ ഡി നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ ലാംഗ്വേജ് സിസ്റ്റം ലാംഗ്വേജ് ആണ്. പിന്നെ മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഐക്കൺ സ്റ്റൈല്, ഫോണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ UIയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആണ്. നമുക്ക് CSV ഫയലായിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ടെംപ്ലേറ്റിലേക്ക് നമ്മളുടെ ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് CSV ഫയലായിട്ട് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഡാറ്റാ ബേസ് ഗൂഗിൾ ഷീറ്റിലാണ്. അത് ഇവരുടെ ടെംപ്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റയെ നമുക്ക് ഈ ഒരു ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ബാക്കപ്പ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്ത ഡാറ്റ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം പിന്നീട്. പിന്നെ നമ്മുടെ ഡാറ്റയൊക്കെ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആകുന്ന ഗൂഗിൾ ഡ്രൈവിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ
അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അതിൻ്റെ ആക്സസ് നമ്മൾ കൊടുക്കണം. സോ ഡാറ്റയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അത് ബാക്കപ്പ് ആയിക്കോളും. പിന്നീട് നമ്മൾ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ള ബാക്കപ്പിൽ നിന്നും അത് റീസ്റ്റോർ ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ആപ്പിൻ്റെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഓപ്ഷൻസിൽ തന്നെ ഓൾ സ്പെൻഡിങ് സമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ട് ടോട്ടൽ നെറ്റ് വർത്ത്, അതുപോലെ തന്നെ എക്സ്പെൻസ്, ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ്, ഇൻകമിങ് പേയ്മെൻറ്റ്, പിന്നെ ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് പ്രോ വെർഷൻ എടുത്താലേ കിട്ടത്തുള്ളൂ. ലാസ്റ്റ് 1 മന്ത് ഹിസ്റ്ററി അല്ലെങ്കിൽ 2 മന്ത് ഹിസ്റ്ററി. അപ്പോൾ ആ രീതിയിൽ നമുക്കത് ഫിൽട്ടർ ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ ഒരു യുടെ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. നമുക്ക് ഭയങ്കര സ്മൂത്താണ്. ആപ്പിൽ തന്നെ നമുക്കൊരു കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. കലണ്ടർ നമുക്ക് ഇതിനുള്ളിൽ തന്നെ മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ ആക്ടിവിറ്റി ലോഗ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ആക്ടിവിറ്റി ലോഗ് കാണാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മാനേജ് ചെയ്യാം. പ്ലസ് പോയിൻ്റ് എടുത്ത് നമ്മൾ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ആ ഒരു ഡേറ്റിൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ എക്സ്പെൻസിലേക്കൊക്കെ അത് ആഡ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് നമുക്കത് സെറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഡാറ്റയിലേക്ക് ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ് ഡാറ്റയിലേക്ക് ആഡ് ആയിക്കോളും. നമ്മൾ മാനുവലി എൻട്രി ചെയ്യാൻ നിൽക്കേണ്ട. പിന്നെ എന്തെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട്സ് എന്ന സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അക്കൗണ്ട് കാണാം. ബഡ്ജറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കാണാം. കാറ്റഗറീസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കാറ്റഗറീസ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ പ്ലസ് ഐക്കൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെറ്റിങ്സിൽ വരുന്നത്. ഹോം പേജ് എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഹോം പേജ്. ഹോം പേജിൽ ആദ്യം ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ആയിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഈ ബാങ്ക് അക്കൗണ്ടിന് ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ക്യാഷ് കൊടുത്തു, എൻ്റെ കയ്യിലുള്ള ക്യാഷാണ്. അപ്പോൾ ഞാൻ ക്യാഷ് എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. കറൻസി ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് INR ആണ്, നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. സേവ് ചേഞ്ചസ് കൊടുത്തു. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ് വന്നു. ഇപ്പോൾ നിലവിൽ 0 എമൗണ്ട് ആണ്. അപ്പോൾ കറക്റ്റ് ടോട്ടൽ ബാലൻസ് എടുത്തിട്ട് ഞാനതിപ്പോൾ ഇതിൻ്റെ അകത്തിപ്പോൾ 7000 ഉണ്ടെന്ന് കരുതുക. ടോട്ടൽ ബാലൻസ് ഇപ്പോൾ 7000 ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ ക്യാഷായിട്ട് എൻ്റെ കയ്യിൽ 7000 രൂപയുണ്ട്. ഇനിയിപ്പോൾ വേറൊരു അക്കൗണ്ട് ആഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് പ്ലസ് ഐക്കണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ HDFC ബാങ്ക് ഒന്ന് ആഡ് ചെയ്തു. സ്റ്റാർട്ടിങ് എമൗണ്ട് ഇപ്പം അക്കൗണ്ടിലൊരു 50,000 ഉണ്ടെന്ന് കരുതുക. 50,000 ആഡ് ചെയ്തു. പിന്നെ ബാക്കി ആഡ് അക്കൗണ്ട് കൊടുത്തു. അപ്പോൾ HDFC ബാങ്ക് വന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഓരോ അക്കൗണ്ടും നമുക്കിവിടെ ആഡ് ചെയ്യാം. പ്ലസ് എടുത്ത് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് കൊടുക്കാം. അപ്പോൾ എൻ്റെ വേറൊരു ബാങ്ക് അക്കൗണ്ട് ഫെഡറലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു നിലവിൽ 1,00,000 രൂപ ഉണ്ടെന്ന് കരുതുക. അത് ആഡ് ചെയ്തു. ആഡ് അക്കൗണ്ട് കൊടുത്തു. അപ്പോൾ അത് ആഡായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ നെറ്റ് വർത്ത് ടോട്ടൽ ട്രാക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഒരു 80,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് കരുതുക. ആഡ് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിയാൻ നേരത്ത് ഇവിടെ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്യാഷ് എത്രയുണ്ട്, HDFC ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, ഫെഡറൽ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതൊക്കെ കാണാം. പിന്നെ ഇപ്പോൾ ഇൻകം എക്സ്പെൻസും 0 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിലൊന്നും ആഡ് ചെയ്തില്ല. അതിന് താഴെ നമ്മൾ ടോട്ടൽ നെറ്റ് വർത്ത് കാണാം. ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടിലും കൂടി ടോട്ടൽ ഇപ്പോൾ 2,37,000 രൂപയാണ്. സോ നെറ്റ് വർത്തായിട്ട് നമുക്ക് 2,37,000 രൂപ കാണാം. പിന്നെ ലെൻഡ്, ബോറോഡ് അങ്ങനെ 2 കാറ്റഗറി കാണാം. ഇപ്പോൾ നിലവിൽ അതിലും നമ്മൾ ഡാറ്റ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ നടത്തിയ ഒരു റീസെൻറ്റ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ നമ്മൾ ബാലൻസ് കറക്ഷനാണ്. നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ബാലൻസ് ജസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അക്കൗണ്ടും ആഡ് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഇൻകവും അതുപോലെ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത്? ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാമെങ്കിൽ ഒരു സെലക്ട് കാറ്റഗറിയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഡൈനിങ്ങിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തത്. ഡൈനിങ് എമൗണ്ട് എൻ്റർ ചെയ്യുക. 5,000 രൂപ സ്പെൻഡ് ചെയ്തു. ഏത് അക്കൗണ്ടിൽ നിന്നാണ് സ്പെൻഡ് ചെയ്തത്? ഇപ്പോൾ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് സ്പെൻഡ് ചെയ്തത്. ആഡ് ട്രാൻസാക്ഷൻ കൊടുത്തു. അതിന് ആഡ് ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് 1,00,000 രൂപ എന്നുള്ളത് മാറിയിട്ട് 95,000 ആയിട്ട് മാറി. താഴേക്ക് പോകുമ്പോൾ എക്സ്പെൻസിൽ 5,000 രൂപ വന്നിട്ടുണ്ട്. നെറ്റ് വർത്തിലും ആ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡൈനിങ് എന്ന് പറഞ്ഞാൽ 5,000 രൂപ പോയിരിക്കുന്നത് കാണാം. ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനൊക്കെ ആണെങ്കിൽ അത് റിപ്പീറ്റീവ് ആണെങ്കിൽ റിപ്പീറ്റീവ് ട്രാൻസാക്ഷൻ, ലെൻഡ് ആണെങ്കിൽ ലെൻഡ്, ബോറോഡ് അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. സോ അങ്ങനെ അഡീഷണൽ ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇൻകം എങ്ങനെ ആഡ് ചെയ്യാം? പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വിടാം. ഇൻകം ഇവിടെ മുകളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇൻകമാണ്. അപ്പോൾ ഇൻകം സെലക്ട് ചെയ്യുക, എമൗണ്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 രൂപ ഇൻകം വന്നു. ഏത് അക്കൗണ്ടിലേക്കാണ് വന്നത്? ഞാനിപ്പോൾ HDFC ബാങ്കിലേക്കാണ് വന്നത്, സെലക്ട് ചെയ്തു. പിന്നെ ഈ ടൈറ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ബേസിക്കായിട്ട് ഇത്രയും മതി. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റും ടൈമൊക്കെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും.
പിന്നെ കാറ്റഗറി വേണം. അപ്പോൾ ഇൻകം ആണ്. അപ്പോൾ ഇൻകം ഞാനിവിടെ ഇൻകം സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇൻകത്തിൻ്റെ കാറ്റഗറിയൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. ആദ്യ ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ HDFC ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് 10,000 രൂപ ആഡായിട്ട് ടോട്ടൽ ബാലൻസ് 60,000 രൂപ ആയിട്ടുണ്ട്. ഇൻകം 10,000, എക്സ്പെൻസ് 5,000, ടോട്ടൽ നെറ്റ് വർത്ത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ ഇവിടെ ഓൾ ട്രാൻസാക്ഷനിൽ നമ്മൾ നടത്തിയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അത് എക്സ്പെൻസ് എന്ന രീതിയിൽ ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇൻകം എന്ന രീതിയിൽ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ആ രീതിയിലും ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ഈ ഒരു ആപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരിക. ട്രാൻസ്ഫർ ഓപ്ഷനുണ്ട്. ട്രാൻസ്ഫർ ബാലൻസ് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 5,222 രൂപ അത് എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ HDFC ബാങ്കിൽ നിന്നും ഫെഡറൽ ബാങ്കിലേക്കാണ്. അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് എൻ്റർ ചെയ്യുക. ട്രാൻസ്ഫർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ HDFC ബാങ്കിൽ നിന്നും ആ ഒരു എമൗണ്ട് ഫെഡറൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയി. ബാലൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി. എക്സ്പെൻസിൽ ഇൻകത്തിൽ മാറ്റമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്ഫർ ഇതാണ്. നെറ്റ്വർത്തിൽ മാറ്റമില്ല. കാരണം ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്കവിടെ ഫെഡറൽ ബാങ്ക് ട്രാൻസ്ഫർ ഇൻ, അതുപോലെ HDFC ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ഔട്ട് അതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഓരോ അക്കൗണ്ട് നമ്മൾ ടോപ്പിൽ എടുത്തു കഴിഞ്ഞാലും ആ ഒരു അക്കൗണ്ട് വൈസ് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഇതിലേക്ക് ഇൻകം മാത്രമാണ് വന്നിരിക്കുന്നത്. ഔട്ട് ഗോയിങ് എക്സ്പെൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം ഫെഡറൽ ബാങ്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഔട്ട് ഗോയിങ്ങിലേക്ക് നമ്മൾ നടത്തിയ, അതായത് ഈ ഒരു അക്കൗണ്ട് വഴി നടത്തിയ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. ഇതിൻ്റെ അകത്തേക്ക് ഇൻകം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തും ആ ഒരു അക്കൗണ്ട് വൈസ് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ താഴെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനാണ് കാണാനായിട്ട് സാധിക്കുക. നമ്മൾ ഹോം പേജിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സെയിം ഓപ്ഷൻ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു മെനു ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ അത് ജനുവരി, ഫെബ്രുവരി, ഡിസംബർ അങ്ങനെ ഓരോ മാസത്തേക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കാണാം. പിന്നെ മുകളിൽ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് ഫിൽറ്റർ ചെയ്യാം. ഡൈനിങ്ങിന് മാത്രം നടത്തിയ ട്രാൻസാക്ഷൻ ആട്ടോ, ഗ്രോസറി ട്രാൻസാക്ഷൻ ആട്ടോ, ഷോപ്പിംഗ് ട്രാൻസാക്ഷൻ ആട്ടോ, അങ്ങനെ കാറ്റഗറി വൈസ് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിൽ വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും അക്കൗണ്ട് വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാം. അങ്ങനെ നമുക്ക് നടത്തിയ ട്രാൻസാക്ഷൻ പല രീതിയിൽ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ ഈ ഒരു ഐക്കൺ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഇപ്പോൾ ഫ്രീ വെർഷനിൽ നമുക്ക് ഒരു ബഡ്ജറ്റാണ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. 2 ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. ആഡഡ് ഓൺലി, അതുപോലെ തന്നെ ഓൾ ട്രാൻസാക്ഷൻ. ആഡഡ് ഓൺലി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ മാത്രമേ ആ ഒരു ബഡ്ജറ്റിലൂടെ കടന്നു പോകുള്ളൂ. ലൈക്ക് ഇപ്പോൾ വെക്കേഷൻ ബഡ്ജറ്റ് അങ്ങനെയുള്ള ബഡ്ജറ്റൊക്കെയാണ് ആ ഒരു ആഡഡ് ഓൺലി പറ്റുന്നത്. ഓൾ ട്രാൻസാക്ഷൻ എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ സെലക്ടഡ് കാറ്റഗറീസിൽ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷനൊക്കെ ആ ഒരു ബഡ്ജറ്റിനുള്ളിലൂടെ കടന്നു പോകും. ലൈക്ക് ഇപ്പോൾ നമ്മൾ മന്ത്ലി സെറ്റ് ചെയ്യുന്ന നമ്മുടെ മന്ത്ലി സ്പെൻഡിങ് ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ ഒരു കാറ്റഗറി വൈസ് അത് ഫിൽറ്ററായിട്ട് അതിലൂടെ ആഡായി പോകും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബഡ്ജറ്റ് ആഡ് ചെയ്യാം, ആഡഡ് ഓൺലി ബഡ്ജറ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ 2 ടൈപ്പ് വരും. സേവിങ്സ് ബഡ്ജറ്റ് ഉണ്ട്, എക്സ്പെൻസ് ബഡ്ജറ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ബഡ്ജറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വേണ്ട സേവിങ്സ് ബഡ്ജറ്റാണ്. ഞാൻ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ സേവിങ്സ് ബഡ്ജറ്റാണ് എനിക്ക് വേണ്ടത്. ഞാൻ ട്രിപ്പ് എന്ന് കൊടുത്തു, 3 മന്ത് കൊടുത്തു. എമൗണ്ട് എനിക്ക് വേണ്ടത് എനിക്ക് ഒരു 25,000 രൂപ 3 മാസത്തിൽ ഉണ്ടാക്കണം. ബിഗിനിങ് ജനുവരി ആണ്. ആഡഡ് ഓൺലി വേണമെങ്കിൽ ഓൾ ട്രാൻസാക്ഷൻ ആ രീതിയിൽ കൊടുക്കാം. ആഡഡ് ഓൺലി ആണെങ്കിൽ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മാത്രമേ അതിലേക്ക് കാണിക്കൂ. ഇല്ലെങ്കിൽ ഓൾ ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഒരു കാറ്റഗറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനൊക്കെ ഓട്ടോമാറ്റിക് ഒരു ബഡ്ജറ്റിലേക്ക് വന്നോളും. അത് കാറ്റഗറി വൈസ് ആണ്, ഇല്ലെങ്കിൽ അക്കൗണ്ട് വൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആഡഡ് ഓൺലി കൊടുക്കുകയാണ്. എന്നിട്ട് ആഡ് ബഡ്ജറ്റ് കൊടുത്തു. അപ്പോൾ എനിക്ക് 3 മാസത്തിൽ 25,000 രൂപ ട്രിപ്പിനായിട്ട് വേണം. അതിവിടെ കാണാം, ട്രിപ്പ് 25,000 രൂപ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, 0 ആണ്. ഇനി ഇപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇൻകം വഴിയാണെങ്കിൽ ഇൻകം ആഡ് ചെയ്തിട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് ഇപ്പോൾ ഒരു 5,000 രൂപ ആഡ് ചെയ്യാം. അപ്പോൾ 5,000 രൂപ ഞാനിപ്പോൾ ആഡ് ചെയ്തു. 5,000 രൂപ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ബാക്കി പോയിട്ട് എനിക്ക് 25,000 രൂപ മതിയാകും. ഇനിയിപ്പോൾ ഈ രീതിയിലല്ലാതെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത് കഴിയാൻ നേരത്തെ ഇപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം റിമൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര രൂപ പെർ ഡേ സേവ് ചെയ്യണം, അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫണ്ട് അതിലേക്ക് സേവ് ചെയ്തൊക്കെ സ്പെൻഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഫണ്ട് സേവ് ചെയ്യാനുള്ള ബഡ്ജറ്റാണ്. ഇനിയിപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതിൽ 2ാമത്തെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻകവും എക്സ്പെൻസും അതുവഴി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ നിലവിൽ എനിക്ക് പുതിയൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രീമിയം വെർഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കാണാം പ്രീമിയം എടുക്കാം. ഒരു ബഡ്ജറ്റ് നമുക്ക് ഫ്രീ വെർഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര നെറ്റ് വർത്ത് ഉണ്ട്, ഇൻകം, എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ നിങ്ങളൊരു കടം വാങ്ങുകയാണ്. അപ്പോൾ ബോറോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അത് ഏത് തരത്തിലുള്ള ലോണാണ്, ലോങ് ടൈം ലോൺ ആണോ, 1 ടൈം ലോൺ ആണോ, അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 1 ടൈം ലോൺ, പെയ്ഡ് ഓർ കളക്റ്റഡ് ഓൺലി വൺസ്. നിങ്ങൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു തുക കടം വാങ്ങിയാണ്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ. ഇവിടെ നിങ്ങൾക്ക് ഡെറ്റൊന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ
ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ലെൻഡ് അതുപോലെ തന്നെ ബോറോഡ് എന്ന് കാണാം. ഞാൻ ബോറോഡ് എന്ന് കൊടുത്തു. ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വന്നത്. എമൗണ്ട് എൻട്രി ആണ് 5800 രൂപ. കാറ്റഗറി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോറോഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുകയാണ്, ഡെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. കാറ്റഗറി ഡെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ആഡ് ട്രാൻസാക്ഷൻ കൊടുക്കുക. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കടത്തിൻ്റെ ഇവിടെ 5800 വന്നിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ഗൂഗിളിൻ്റെ നിന്ന് അത് നിങ്ങൾ കടം വാങ്ങി. എന്നിട്ട് നിങ്ങൾ റീപേ ചെയ്യുന്ന സമയത്ത് ലോൺസ് എന്നുള്ള സെക്ഷനിൽ വരുമ്പോൾ നമുക്കിവിടെ ഒരു ഐക്കൺ കാണാം. ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെറ്റിൽ ഓൾ അല്ലെങ്കിൽ പാർഷ്യലി സെറ്റിൽ ഉണ്ട്. നിങ്ങൾ അത് ഒറ്റയടിക്ക് പേ ചെയ്യുകയാണെങ്കിൽ സെറ്റിൽ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ പാർഷ്യലി സെറ്റിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എത്ര രൂപയാണോ നിങ്ങൾ സെറ്റിൽ ചെയ്തത് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെറ്റിൽ ഓൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ സെറ്റിൽ ചെയ്തു, എൻ്റെ ലോണിൽ നിന്ന് അത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കടം വാങ്ങുന്ന എമൗണ്ടൊക്കെ നമുക്ക് ഈ രീതിയിൽ മാനേജ് ചെയ്യാം. പിന്നെ ലെൻഡ് മാനേജ് ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ബേസിക്കായിട്ട് ഒരു വ്യക്തിക്ക് നമ്മുടെ ഇൻകവും എക്സ്പെൻസും കടവും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഓപ്ഷനിലുണ്ട്. സോ ബേസിക്കായിട്ട് ഈ ഒരു ആപ്പിനെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി